അയാളവിടെ ഉണ്ട്. കാര്യങ്ങളെല്ലാം റെഡിക്ക് തുറന്ന് പറയണം കേട്ടാ. ഇവിടെ വൈഫില്ല, പുറത്തു പോയി. അപ്പൊ എന്തെല്ലാം വിശേഷം? എന്തല്ല, ഞാൻ മൂപ്പരെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകണ്ടേ. പിന്നെ അയ്യാക്ക് വീട്ടിലൊക്കെ ഭയങ്കര ഒരു പ്രയാസമാണ്. ഇവിടെ നാട്ടിലെ പണിയിലെടുത്തൊന്നും നടക്കുന്നില്ല. നാട്ടിലൊക്കെ നല്ല ഫുള്ള് പണിയല്ലേ ഇപ്പൊ? പണിയുണ്ട്, പക്ഷെ നമ്മളിപ്പോ സാറിനൊക്കെ അവസ്ഥ നിങ്ങളെ വലിയ ഗൾഫെല്ലാം പോയിട്ട് നല്ലൊരു വിസ കൊടുത്തുന്നില്ല നമ്മൾ അറിഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ഇങ്ങ് പോകുന്നതാണ്, കുറവാണ് നാട്ടിൽ. ഏത് ജോലിയൊക്കെ ചെയ്യാം? ഏത് ജോലി നമുക്ക് ചെയ്യാം? ഗൾഫിൽ എന്ത് ജോലിയില്ലേ? ഗൾഫില് എന്ത് ജോലി അറിയാം? കാര്യമായിട്ടൊന്നും അറിയാലോ, എന്നാലും എല്ലാ ജോലിയും നാട്ടിലെല്ലാവരും തെളിയിക്കും. ഞാനിപ്പോ വൈഫും മക്കളൊക്കെ ഫാമിലിയൊക്കെ അവിടെയാണ്. ഞാൻ കുറച്ച് 2 ദിവസത്തെ ലീവിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ എന്തെന്നാ മൂപ്പരെ അവസ്ഥയെല്ലാം അറിയുന്ന സ്ഥിതിക്ക് വിസ കൊടുക്കാം. അപ്പൊ ജോലി എന്ത് ജോലി ചെയ്യാം? അപ്പൊ ഞാനിപ്പോ അഥവാ ഇങ്ങനത്തെ ഒരു വിസ തന്ന് നിങ്ങളെ കൊണ്ടുപോയി ചിലപ്പോ വലിയ നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ജോലി കിട്ടിയാലും. അപ്പോൾ ഞാൻ കുറച്ച് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അവരെയും ജീവിതമൊക്കെ നല്ല രൂപത്തിലായിട്ടുണ്ട്. മൂപ്പർക്ക് ജീവിത പ്രാരാബ്ദമുള്ള ഒരാളുകൾ വിസ ഞാൻ കൊടുക്കാം. മൂപ്പര് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ഒരു കോപ്പി അയച്ചു തന്നാൽ, കോപ്പിക്ക് തന്നാൽ ഞാൻ അടുത്ത ദിവസം പോയിട്ട് ഇതൊക്കെ വിസ അയച്ചു തരാം. പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി എനിക്ക് വിസ നിങ്ങൾ ആദ്യമായിട്ട് പാസ്പോർട്ട് കാർഡിന് 1-2 പണിക്ക് പോയിട്ട് എടുക്കാലോ, കുഴപ്പമില്ലല്ലോ. പാസ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങോട്ട് പോകാനോ? പാസ്പോർട്ട് ഇല്ലാതെ എങ്ങനെയാ വിസ എടുക്കുക? ഇന്ത്യ എത്ര അവർ പഠിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനൊരു വിവരം വേണ്ട എന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ നോക്കണ്ട, ഞാനൊരു പഠിച്ചെല്ലാം പഠിച്ചിട്ട്. അപ്പൊ ഇങ്ങനത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ 10,000-60,000 രൂപ മാസം കിട്ടൂലേ? ആൾക്കാർ അതല്ലേ നല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉള്ള അടക്കെല്ലാം പറ്റിട്ട് ജീവിക്കാം. നമുക്ക് ഗൾഫിലെ പൈസ ഒന്നും വേണ്ട. വാ പോരി. ഇത്രയും ഡിമാൻഡാ ഗൾഫില്. നമുക്ക് ഇവിടെ എന്തെല്ലാം ചെയ്യാനുണ്ട്? പാസ്പോർട്ട്